ശബരിമലയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഈ 18-ാം പടി കയറി വരുന്ന അയ്യപ്പ ഭക്തന്മാരെ എങ്ങനെയാണ് അവിടുത്തെ പോലീസുകാർ കൈകാര്യം ചെയ്യുന്നതെന്ന്. കാരണം ചില ആൾക്കാരെയൊക്കെ എടുത്താണ് അവർ മുകളിലേക്ക് കയറ്റുന്നത്. ഇത്രയധികം മണിക്കൂർ അവർ ഒരു ബുദ്ധിമുട്ടും പറയാതെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ശബരിമല സന്നിധാനത്ത് തിരക്കേറുമ്പോഴും ഒരു പരാതിയോ പരിഭവമോ ഈ പോലീസ് അയ്യപ്പന്മാർ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്കൊന്ന് പലരും അത് ചോദിച്ച് ഡ്യൂട്ടി എടുക്കുന്നവരാണ് അവിടെ ഉള്ളത്, അല്ലാതെ പലരെയും അപ്പോയിൻറ്റ് ചെയ്യുന്ന പോലുമല്ല. 18-ാം പടിയിലെ ഡ്യൂട്ടി ഓഫീസേഴ്സിൻ്റെ ജോലി വളരെ വളരെ ശ്രമകരമാണ്. നിങ്ങളൊന്ന് കണ്ടോളൂ. പുലർച്ചെ 3 മണിയോടെ അയ്യപ്പൻ ഉണരും. അതിന് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും 18-ാം പടി ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ എത്തണം. ഒരു ടീമിൽ 15 പേർ വീതം 3 സംഘം. പടിയിൽ കാൽ പകുതി നിവർത്തിയാണ് ബാലൻസ് ചെയ്തുള്ള നിൽപ്പ്. ഒന്ന് കാൽ മാറിയാൽ താഴേക്ക് വീഴുമെന്ന് ഉറപ്പ്. തേങ്ങയുടച്ച് 18-ാം പടി കയറുന്ന അയ്യപ്പന്മാരെയും മാളികപ്പുറങ്ങളെയും പെട്ടെന്ന് പടി കയറ്റുക എന്നത് ശ്രമകരം തന്നെ. ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും ടീം മാറും. പിന്നെ 30 മിനിറ്റ് വിശ്രമം. പിന്നെയും പടിയിലേക്ക് ഇറങ്ങണം. ബറ്റാലിയനിലെ പോലീസുകാരെയാണ് പടി ഡ്യൂട്ടിക്ക് പതിവായി നിയോഗിക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞാൽ പലരും സന്നിധാനത്ത് തന്നെ ആശുപത്രികളിലേക്ക് എത്തും. അടുത്ത ദിവസം വീണ്ടും പടിയിലിറങ്ങി അയ്യപ്പന്മാരെ പിടിച്ചുകയറ്റാൻ ശരീരം കൂടി സഹകരിക്കേണ്ടേ. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.